നമസ്കാരം, ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. ലുലു മോളിന്റെ കോട്ടയത്തെ ലുലു മോളിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി അത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുന്ന കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. അവിടുത്തെ വലിയ രീതിയിലുള്ള ബ്ലോക്കുകൾ ഉൾപ്പെടെ ജാഗ്രത ന്യൂസ് ഉൾപ്പെടെ ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് സമാനമായ രീതിയിൽ തന്നെ മറ്റൊരു പ്രശ്നത്തിനാണ് കോട്ടയം ലുലു മോളിൽ തുടക്കമായിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കോട്ടയം ലുലു മോളിന് സമീപത്തായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഓട്ടോ സ്റ്റാൻഡ് CITUവിന്റെ നേതൃത്വത്തിൽ ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ അവിടെ ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മുതൽ ഓട്ടോ സ്റ്റാൻഡ് സർവീസ് നടത്തുന്നവർക്ക് ഫൈൻ ഈടാക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് CITU നേതാക്കളുടെ നേതൃത്വത്തിലും അതുപോലെ ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിലും ഈ ഒരു ഓട്ടോ സ്റ്റാൻഡ് അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ ഇവർക്ക് ഫൈൻ ഈടാക്കുമെന്നാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ ഒരു വിഷയത്തിൽ നിരവധി നേതാക്കളും അവരുടെ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ലുലുമാള് ഉദ്ഘാടനം ചെയ്ത രണ്ടാം പൊക്കം ഇവിടെ CITUവിന്റെ നേതൃത്വത്തിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായി. ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന പ്രദേശം മറ്റു വാഹനങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ തടസ്സമില്ലാത്ത രീതിയിലാണ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തത്. കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ വരെയും വാഹനങ്ങൾ ഓടിയിരുന്നു. എല്ലാവർക്കും വാഹനം ഓട്ടം കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം നിലവിലുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് ഓട്ടം സുഗമമായി ഓടുന്ന ഈ സാഹചര്യത്തിൽ ടൗൺ പെർമിറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ പാമ്പാടി, അതുപോലെ തന്നെ മീനടം, അതുപോലെ തന്നെ കളത്തിപ്പടി എന്നുവേണ്ട കുമാരനല്ലൂര് ദൂര സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇപ്പൊ പെർമിറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ ഇവിടെ വന്ന് കിടന്ന് ഓടാൻ തയ്യാറ്. ആദ്യത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇവര് സാമൂഹ്യ വിരുദ്ധരായ കുറെ ആളുകൾ ഇവിടെ വാഹനം ഓടിക്കുന്നു. അത് രാത്രികാലങ്ങളിലാണ് കൂടുതൽ പർച്ചേസ് ഇവിടെ നടക്കുന്നത്. അവർക്ക് ഇവിടെ ഇപ്പം നമ്മൾ അറിയാൻ കഴിഞ്ഞത് 150 രൂപയാണ് ഇവിടെ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരെ പോയാൽ കിട്ടുന്ന കൂലി എന്ന് പറയും. 300-350 രൂപ വാങ്ങിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് മാത്രമല്ല, 3 ഇരട്ടി കൂലിയും വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഞങ്ങൾ പോലീസിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ ആവശ്യം വേറെ ചില ട്രേഡ് യൂണിയനുകൾ പോലീസുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഇത്ര ആളുകളെ വെച്ചുകൂടെ ഓടിപ്പിക്കണം എന്നുള്ള അവകാശവാദമായിട്ട് വരിക. ഈ പ്രദേശത്തുള്ളവരെ കുറിച്ചല്ല അവർ പറയുന്നത്. നാട്ടകം പ്രദേശമായിട്ടോ അല്ലെങ്കിൽ മണിപ്പുഴയോ അല്ലെങ്കിൽ മറിയപ്പള്ളിയോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള നാട്ടകം പ്രദേശവുമായി ബന്ധപ്പെടുന്ന ആളുകളെ ഓടിപ്പിക്കാനല്ല പറയും. അവർക്ക് ട്രേഡ് യൂണിയൻ അവരുടെ ശക്തി അല്ലെങ്കിൽ അവർക്ക് ശക്തി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള റൗഡിസമായി നടക്കുന്ന സാമൂഹ്യ വിരുദ്ധർ നമ്മുടെ നാട്ടിലുണ്ട്. വെളിയിൽ നിന്നുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ഓടിക്കാനുള്ളൊരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള നീക്കം. ആ നീക്കത്തിനെതിരാണ് ഞങ്ങൾ ഇവിടെ നിലകൊള്ളുന്നത്. ഒപ്പം CITUമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവര് നിയമവ്യവസ്ഥകളോട് യോജിച്ച് നിൽക്കുന്നവരാണ്. അവര് നിയമപരമായ അർഹതപ്പെട്ട അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ള കൂലിയാണ് അവർ വാങ്ങിക്കുന്നത്. 1 രൂപ പോലും അവർ കൂടുതൽ വാങ്ങിക്കുന്നത്. കാരണം അവരിത് നിത്യവും ഇത് ഉപജീവനമായി കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എന്നും അവർക്ക് ഓട്ടം കിട്ടും. അമിതമായ കൂലി ഏർപ്പെടുത്തുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അവരെ മാറ്റി നിർത്തുന്ന സ്ഥിതിയാണ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അമിതമായ കൂലി വാങ്ങിക്കുന്നവരെല്ലാം ഇവിടെ ഇട്ട് ഓടിപ്പിക്കണം എന്നുള്ള അവകാശവാദമായി മറ്റ് ട്രേഡ് യൂണിയനുകൾ വരുമ്പോൾ ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നു. ഇപ്പൊ പോലീസ് എടുത്തിരിക്കുന്ന സമീപനത്തിനെതിരെ ശക്തിയായി പ്രതിഷേധിക്കുകയാണ്. എന്താണ്, ഇന്നലെ വരെ ഇവിടെ കിടന്ന ആളുകളെ ഓട്ടോ ഓടിക്കൊണ്ടിരുന്ന ആളുകൾ ഇന്ന് ഓടാൻ വന്നപ്പോൾ വിവിധ ട്രേഡ് യൂണിയനിലെ ആളുകൾ വന്ന് ഈ പോലീസ് സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായി ഞങ്ങളോട് ഇവിടെ ഓടാൻ പാടില്ല, ഇന്ന് ഓടുന്നവരെ ഇപ്പോ സ്റ്റാൻഡ് അംഗീകാരമുള്ളതല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കെതിരെ ഫൈൻ ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. അമിതമായ കൂലി ഏർപ്പെടുത്താൻ വരുന്ന കൂലി ഈടാക്കുന്ന ആളുകൾ ഇവിടെ ഓടാൻ വരുന്നുണ്ട്. അതിനെതിരെയുമാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഞങ്ങളിപ്പോ ഉയർത്തുന്ന ആ കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങളാണ്. പൊതുജനങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ്. ഇവിടെ ഈ ലുലുമാളിൽ വരുന്ന പൊതുജനങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾ അത്യാവശ്യമാണ് ഉണ്ട്. അപ്പൊ നമുക്ക് അനുവദിക്കും. ഇവിടെ ബസ് സ്റ്റാൻഡ് അനുവദിക്കാമെങ്കിൽ ഈ സ്റ്റാൻഡും അനുവദിക്കുക. ഇത് എല്ലായിടത്തും ഉള്ളതല്ലേ. ഇപ്പൊ പോലീസ് അങ്ങനെ ഇടപെടുന്നത് വേറെ ട്രേഡ് യൂണിയനുകളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗം തന്നെയാണ്. അതൊരു മര്യാദയോടെ അവരെ പറ്റി അവർ പറയുന്നതിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാമല്ലോ. ഞങ്ങളെ വിളിച്ച് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമല്ലോ. അതിന് വിപരീതമായി ഓടാൻ പാടില്ല എന്ന് പറയുന്നത് പൊതുജനങ്ങളെ അവരുടെ ആവശ്യത്തെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ആവശ്യമാണ് ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെതിരായി നിലകൊള്ളുന്ന പോലീസിന്റെ സമീപനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ പറയാം.